വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ മലയാളം സീസൺ വിന്നറായിരുന്ന അഖിൽ മാരാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് കൊടുക്കുന്നില്ല, പകരം തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്നിട്ട് 3 വീടും പ്ലസ് തൻ്റെ സ്വന്തം വരുമാനത്തിൽ നിന്ന് ഉള്ള എമൗണ്ട് വെച്ച് ഒരു വീടും, അങ്ങനെ ടോട്ടൽ 4 വീട് വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് കൊടുക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആൾക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം മോശമായിട്ടൊന്നും പറഞ്ഞില്ല. തനിക്ക് പല കാരണങ്ങളാൽ അല്ലെങ്കിൽ വിശ്വാസക്കുറവുള്ളത് കൊണ്ട് തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് കൊടുക്കുന്നില്ല, അതിന് പകരം വീട് വെച്ച് കൊടുക്കുക എന്നാണ് പറയുന്നത്. നമുക്ക് ആ ഭാഗങ്ങൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ ലൈവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, നമുക്കതൊന്ന് കണ്ടു നോക്കാം. ദുബായിലെ മന്നത്ത് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പനിയുടെ മുതലാളിയായ നമ്മുടെ ബോസായ പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, അഖിൽ പറഞ്ഞ 3 വീടുകളും അദ്ദേഹം തന്നെ വെച്ച് നൽകാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിനു മുൻപ് തന്നെ ഞാൻ ഒരിക്കലും പുറത്ത് ആരുടെ കയ്യിൽ നിന്ന് ഒരു 5 പൈസ മേടിക്കാൻ ഞാൻ ആഗ്രഹിച്ച കാര്യമല്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം തന്നെ ഈ 3 വീടുകൾ നേരിട്ട് വെച്ച് നൽകാൻ തയ്യാറായി എന്നുള്ളൊരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ 3 വീട് എന്നുള്ളത് 4 വീടുകളാക്കി അപ്പോൾ എനിക്ക് ഉയർത്താൻ കഴിയും. കാരണം ഒരു വീട് പൂർണ്ണമായും എന്റെ തന്നെ ചെലവിൽ, നമ്മൾ ഇതിനകത്ത് ആരുടെ കയ്യിൽ നിന്നും ഒരു പൈസയും സംഭാവന സ്വീകരിക്കാനോ ഒരാളുടെ നിന്ന് നിങ്ങൾ ഇതിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ട, നിങ്ങൾ നമുക്ക് തരാനോ പറയാനോ ഒരിക്കലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ 3 വീടുകൾ, ഞാൻ പറഞ്ഞ 3 വീടുകൾ മന്നത്ത് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായി പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ അത് നൽകുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം ഒരു വീട് കൂടി, അതായത് 3 എന്നുള്ളത് 4 ആക്കിക്കൊണ്ട് ഒരു വീട് പൂർണ്ണമായും എന്റെ തന്നെ ചിലവിൽ എന്റെ സമ്പാദ്യത്തിന്റെ ഒരു പങ്കെടുത്തുകൊണ്ട് ഞാൻ വെച്ച് നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയാണ്. ഈ വിഷയത്തിൽ വെറുതെ വ്രണപ്പെട്ട് എന്നെ തെറിവിളിച്ചുകൊണ്ട് നടക്കാതെ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാൽ കഴിയാവുന്ന സഹായം നിങ്ങൾ മുഖ്യമന്ത്രി വഴി ചെയ്താൽ അതാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഞാൻ ഇവിടെ അങ്ങ് ക്ലോസ് ചെയ്യാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അധ്വാനം കൊണ്ട് മറ്റൊരാൾ സന്തോഷിക്കുന്നെങ്കിൽ സന്തോഷിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ. അപ്പോൾ എനിക്കിതിൽ മനസ്സിലാകാത്ത ഒരു കാര്യം, നമ്മൾക്ക് ഭാരതത്തിൽ താമസിക്കുമ്പോൾ അവനവന് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഭരണഘടന അതിനെ അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ നോർത്ത് ഇന്ത്യയിലെ സിറ്റുവേഷനിലേക്ക് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അഖിൽ മാരാർ അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞാണ്, തനിക്ക് ഇഷ്ടമുള്ള പ്രകാരം താൻ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാതെ വീട് നിർമ്മിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞത് എങ്ങനെ കംപ്ലൈൻ്റ് ആകും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് എങ്ങനെ വരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും കേരളത്തിൻ്റെ സാഹചര്യം നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ ഈ ഭരണം? വ്യക്തികളെ അടിച്ചമർത്തുന്ന ഒരു രീതിയിലേക്ക് വരികയാണെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. നമുക്ക് നിധിയിലേക്ക് പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അവനവൻ്റെ ഇഷ്ടമല്ലേ, അത് കൊടുക്കുന്നവർ കൊടുക്കട്ടെ. ഇല്ല സ്വന്തമായിട്ട് വസ്തു കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ കൊടുക്കട്ടെ, അല്ല വീട് വെച്ച് കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ കൊടുക്കട്ടെ. പിന്നെ ഈ ഭരണത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പല കാരണങ്ങൾ കൊണ്ടും മലയാളികൾ കണ്ടുകൊണ്ടിരിക്കില്ല. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന പല അഴിമതികളെ ചോദ്യം ചെയ്തിട്ടും ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടത്തിന് അത് തെളിവോടുകൂടി പുറത്ത്, അല്ലെങ്കിൽ അവർക്കത് ആ സംശയിക്കപ്പെടുന്ന കാര്യങ്ങൾ തെളിവോടുകൂടി അവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുന്ന പല ജനങ്ങളും ചോദ്യം ചെയ്യുന്നത്. സോ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണമാണ്. ജനാധിപത്യം അങ്ങനെയല്ല, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. അപ്പോൾ ജനങ്ങൾ ജയിപ്പിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭരണകൂടം അവർ സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരിൽ നിന്ന് പല രീതിയിൽ പിടിച്ചെത്തുന്നത്, ഇപ്പോൾ ടാക്സ് ആകട്ടെ, ഏതൊക്കെ രീതിയിൽ പിരിച്ചെടുക്കുന്ന കാശാണെങ്കിലും ഖജനാവിലെത്തുന്നത് അങ്ങനെയുള്ള പൈസയാണ്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ വിനിയോഗിക്കുന്നു എന്ന് ചോദിക്കാൻ തീർച്ചയായിട്ടും ഓരോ പൗരനും ആവശ്യമുണ്ട്. ഇപ്പോൾ ഇതാരെങ്കിലും ചോദിക്കുന്നവരോടോ അല്ലെങ്കിൽ പ്രതികരിക്കുന്നവരോടോ ഒരു പ്രത്യേക ഗ്രൂപ്പുകൾ അവർക്കെതിരെ മുദ്രാവാക്യം പറയാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ഭീഷണി മുഴക്കേണ്ട ആവശ്യമില്ല. എല്ലാ വ്യക്തികൾക്കും അറിയാനുള്ള അവകാശമുണ്ട്. എല്ലാവരിൽ നിന്നും, ഓരോ കുടുംബത്തിൽ നിന്നും, അതിപ്പോൾ കരമടയ്ക്കുന്ന രീതിയിലാകട്ടെ, അല്ലെങ്കിൽ പിഴ എടുക്കുന്നതാകട്ടെ, ഏത് രീതിയിലും എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഖജനാവിലേക്ക് കാശെത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അത് ചോദിക്കാനുള്ള, നമ്മൾ ജീവിക്കുന്ന സംസ്ഥാനത്താകട്ടെ രാജ്യത്താകട്ടെ, അത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം, അവനവൻ എന്ത് കാര്യം ചെയ്യണമെന്ന് ചെയ്ത് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ, അതിനർത്ഥം നമ്മളൊരു ക്രൈം ചെയ്യുക എന്നല്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതൊക്കെ ഇൻഡിവിജ്വൽ ചോയ്സാണ്. ഇതിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ കേസെടുക്കുക, കോടതി അല്ലെങ്കിൽ ഇടപെടുക, അല്ലെങ്കിൽ അവർക്കെതിരെ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ കുറേ സൈബർ പോരാളികളെ വിട്ടും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, മാനസികമായിട്ട് തർക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും യോജിക്കാൻ പറ്റുകയില്ല. ഇതിനെതിരെയൊക്കെ ജനം ശക്തമായിട്ട് പ്രതികരിക്കേണ്ട കാലം കഴിഞ്ഞു. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ അത് നടക്കുന്നു, അവിടെ അങ്ങനെ ഉപദ്രവിക്കുന്നു, ഇങ്ങനെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ അവിടെ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതേ അവസ്ഥ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളിൽ മറ്റുള്ള ഒരാൾ കൈയടത്താതിരിക്കുക, അത് പറയുന്നത് ശരിയായിട്ടുള്ള രീതിയിൽ എടുത്ത് പ്രവർത്തിക്കുക എന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു.